അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ 22ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇസ്ലാമിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഇസ്ലാമിക ചരിത്രം പഠിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ്. തലമുടി ഒന്നൊഴിയാതെ നരച്ചു, അസ്ഥികൾ ദുർബലമായി, തൊലി ചുളിഞ്ഞു, വാർദ്ധക്യം അതിൻ്റെ സർവ്വ അടയാളങ്ങളും പുറത്തു കാണിച്ചിട്ടും സക്കരിയ നബി അലൈഹി ഇസ്ലാം തൻ്റെ പ്രബോധനം തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ നന്ദികേടിൻ്റെ പര്യായമായ ഇസ്രായേൽ ജനതയുണ്ടോ അദ്ദേഹത്തെ ഗൗനിച്ചില്ലെന്ന് മാത്രമല്ല, ക്രൂരമായിരുന്നു തങ്ങളുടെ ദൈവദൂതനോടുള്ള അവരുടെ പ്രതികരണം. അത് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഇപ്രകാരം പറയുന്നുണ്ട്: അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും ദൈവദൂതന്മാരെയും ജനങ്ങളിൽ നിന്ന് നീതി കൽപ്പിക്കുന്നവരെയും അന്യായമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നവരെ വേദനാപൂർണമായ ശിക്ഷയെക്കുറിച്ച് നീ സന്തോഷവാർത്ത അറിയിക്കുക. സുലൈമാൻ നബിക്ക് ശേഷം ഇസ്രായേൽ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതനായിരുന്നു സക്കരിയ നബി അലൈഹി ഇസ്ലാം. ബൈത്തുൽ മുഖദ്ദസിൻ്റെ ചുമതലയുണ്ടായിരുന്ന അദ്ദേഹത്തിന് ആശാരി ജോലിയെടുത്തുകൊണ്ടാണ് ജീവിതമാർഗം കണ്ടെത്തിയിരുന്നത്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു: തനിക്കൊരു മകനുണ്ടാകണം. കാരണം തൻ്റെ ശേഷം ഒരാൾ അള്ളാഹുവിനെ ആരാധിക്കുകയും ജനങ്ങളെ സത്യത്തിലേക്ക് നയിക്കുകയും വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹത്തിനും ഭാര്യയ്ക്കും വളരെയധികം വാർദ്ധക്യം ബാധിച്ചിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ക്ഷമയോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതിനിടയിലും സക്കരിയ നബി അള്ളാഹുവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു: യാ റബ്ബ്, നീ തന്നെ ഒരു സന്താനത്തെ എനിക്ക് സമ്മാനിക്കണമേ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടു. ദൂതനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്ന് പറഞ്ഞു: നിനക്ക് ഒരു മകൻ്റെ സന്തോഷവാർത്ത നൽകി. അവൻ്റെ പേര് യഹ്യ എന്നാണ്. സക്കരിയ നബി ആശ്ചര്യപ്പെട്ടു: എനിക്ക് മകൻ ജനിക്കുമോ? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യയും വയസ്സായിരിക്കുകയാണ്. പക്ഷേ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇപ്രകാരം പറഞ്ഞു: അതെ, അള്ളാഹു ആഗ്രഹിക്കുന്നത് സാധ്യമാക്കുന്നു. അള്ളാഹു തൻ്റെ വാഗ്ദാനം പാലിച്ചു. കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹത്തിന് യഹ്യ എന്നൊരു മഹാനായ മകൻ ജനിച്ചു. യഹ്യ പിന്നീട് ഒരു പ്രവാചകനായി തന്നെ മാറി, സത്യത്തിൻ്റെ വഴി തുടരുകയും ജനങ്ങളെ അള്ളാഹുവിലേക്ക് വിളിക്കുകയും ചെയ്തു. നമുക്ക് സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. പ്രാർത്ഥന ഒരിക്കലും വെറുതെയാകില്ല. അസാധ്യമെന്ന് തോന്നുന്നതും അള്ളാഹുവിന് സാധ്യമാണ്. ക്ഷമയും വിശ്വാസവും കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്നത്. നമ്മുടെ സന്തതി നല്ല വഴിയിൽ നടക്കുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ചും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു പ്രവാചക ചരിത്രവുമായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.